ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ ജൂനിയർ അക്കൗണ്ടൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് PYQs നോക്കി, അതേപോലെ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് നോക്കി അല്ലേ. അപ്പോൾ നമ്മൾ ഇന്നും ഒരു ക്ലാസ്സിലേക്കാണ് പോകുന്നത്. ആ ഒരു ക്ലാസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ, അതായത് കൊമേഴ്സ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് എന്ന് വെച്ചാൽ എക്കണോമിക്സ് സബ്ജക്റ്റാണ്. അതായത് എക്കണോമിക്സ് സബ്ജക്റ്റ് എന്താ പ്രത്യേകത? അവിടെ എക്കണോമിക്സുകാർ, അതായത് BA എക്കണോമിക്സ് എന്ന രീതിയിൽ അവർ പഠിക്കുന്നുണ്ട്, കൊമേഴ്സുകാരും പഠിക്കുന്ന ഒരു സബ്ജക്റ്റാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അന്ന് കുറച്ച് നമ്മുടെ ഏരിയ, അതായത് ബിസിനസ് അല്ലെ മാനേജ്മെൻറ്റ് കൂടി അവിടെ എന്ത് ചെയ്യും, നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ നമ്മൾ മാനേജറിയൽ എക്കണോമിക്സ് എന്നുള്ള ഒരു ഏരിയ ആണ് നമ്മൾ സാധാരണഗതിയിൽ പഠിക്കാം. അപ്പോൾ അതിൽ തന്നെ നമ്മൾക്ക് വേണ്ടത് പ്യൂർ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ അതിലുള്ള എല്ലാ ഘടകങ്ങളും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആവശ്യമില്ല. നമുക്ക് വേണ്ടത് നമ്മളെ മാനേജ്മെൻറ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഭാഗങ്ങളാണ് നമുക്ക് ആവശ്യം. സോ അങ്ങനത്തെ ഉള്ളൊരു ഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതിൽ തന്നെ നമുക്കറിയാം ഗ്രാഫുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഗ്രാഫുകളുടെ ഭാഗങ്ങൾ, അതുപോലെ ഗ്രാഫുകൾ എങ്ങനെയാണ്, അതായത് നമ്മൾ ആ ക്ലാസ് എടുക്കുമ്പോൾ മനസ്സിലാവും ഓരോ ഗ്രാഫും അപ്വേർഡും ഡൗൺവേർഡും സ്ലോപ്പിങ് അല്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് വരുന്നത്, അത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നീ കാര്യങ്ങളൊക്കെ വരുന്ന പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് നമ്മൾ പറയും. ഇപ്പോൾ പാർട്ട് 1 എന്താണ് ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യം എന്നാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ലോ ഓഫ് ഡിമാൻഡ് ആണ്. അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, കാരണം നേരത്തെ ഗ്രാഫിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്താണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് മനസ്സിലാക്കണം എന്താണ് ഡിമാൻഡ് എന്നുള്ള കാര്യം. അപ്പോൾ ഈ ഡിമാൻഡ് എന്നുള്ള വാക്ക് ഒരുപാട് സമയങ്ങളിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ. അവനെന്തൊരു ഡിമാൻഡാ നമ്മൾ പറയാറുണ്ട്. അവനിപ്പോൾ പണ്ടത്തെ പോലെ മൈൻഡൊന്നുമില്ല, വലിയ ഡിമാൻഡായി അവന് ജോലി കിട്ടിയപ്പോൾ പറയാറില്ലേ, നമ്മളെ സുഹൃത്തുക്കളൊക്കെ പറ്റിയിട്ട് നമ്മൾ പറയാറുണ്ടല്ലേ. അതായത് എന്താ പറയുക, ഇപ്പോൾ സർക്കാർ ജോലി അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പറയും, അവന് പണ്ടത്തെ പോലെ നമ്മളോടൊന്നും മൈൻഡില്ല, അവന് വലിയ ഡിമാൻഡായി എന്ന് പറയും, ഒരു ഡിമാൻഡായി. പിന്നെ അടുത്ത ഡിമാൻഡ് എന്താ, ആ സൂപ്പർ മാർക്കറ്റിൽ കയറിയാൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ആ ഒരു പ്രൊഡക്റ്റിനാണ് അല്ലേ, ആ ഒരു ബിസ്ക്കറ്റിനാണ് കൂടുതൽ ഡിമാൻഡ് ഉള്ളത് പറയാറുണ്ട്. അപ്പോൾ അവിടെ എന്തായി, അവിടെ ആ ഒരു ടൈപ്പ് ഡിമാൻഡായി. പിന്നീട് എന്താ ഡിമാൻഡ് പറയാം, പിന്നീട് ഡിമാൻഡ് പറയുന്ന ആ ഒരു ഫാക്കൽറ്റീൻ്റെ ക്ലാസ്സിനാണ് മാർക്കറ്റിൽ ഡിമാൻഡ് പറയാറുണ്ട് അല്ലേ, ക്ലാസ്. ഇങ്ങനെയുള്ള പല സന്ദർഭങ്ങളിലും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഡിമാൻഡ്. അപ്പോൾ എന്താണ് ഡിമാൻഡ്? ഡിമാൻഡ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇൻട്രസ്റ്റിനാണോ ഡിമാൻഡ് എന്ന് പറയാം അല്ലേ. അതായത് ഇവിടെയൊക്കെ സൂചിപ്പിച്ചത് എന്താ, ഇവിടെയൊക്കെ സൂചിപ്പിച്ചത് ഇൻട്രസ്റ്റ് എന്നൊരു വാക്കിനെ നമുക്ക് ഡിമാൻഡ് എന്ന് പറയാൻ വേണ്ടി പറ്റുമോ, അല്ലെങ്കിൽ ഡിമാൻഡിന് കൃത്യമായിട്ട് നമുക്ക് എന്താണ് ഡെഫിനിഷൻ പറയാൻ വേണ്ടി പറ്റുക എന്നൊക്കെ നമ്മൾ നോക്കണം അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ഈ ഡിമാൻഡുകളൊക്കെ പറയുമ്പോൾ ഓരോ സിറ്റുവേഷനിൽ വെച്ചാണ് ഈ ഡിമാൻഡൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സിക്യൂട്ട് ചെയ്യുന്നത് അല്ലേ. ഓരോ സിറ്റുവേഷൻ വെച്ചാണ് നമ്മൾ ഡിമാൻഡിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡിമാൻഡിനെ ഒരു ലോ വെച്ച് നമ്മൾ പറയുകയാണ്. ലോ ഓഫ് ഡിമാൻഡ് എന്താണെന്നാണ് നമ്മൾ ആദ്യം എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്, പറയാൻ വേണ്ടി പോകുന്നത്. എന്താണ് ലോ ഓഫ് ഡിമാൻഡ്? നോക്കിയേ, ദി ലോ ഓഫ് ഡിമാൻഡ് ഈസ് നോൺ ആസ് ദി ഫസ്റ്റ് ലോ ഇൻ ദ മാർക്കറ്റ് അല്ലേ. ലോ ഓഫ് ഡിമാൻഡ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആദ്യം പറഞ്ഞു ഫസ്റ്റ് ലോ ഇൻ മാർക്കറ്റ് എന്നാണ് ലോ ഓഫ് ഡിമാൻഡിനെ പറയാം. എന്താണ്? ഫസ്റ്റ് ലോ ഇൻ മാർക്കറ്റ് ആണ് എന്ത്, ലോ ഓഫ് ഡിമാൻഡ്. ദെൻ ലോ ഓഫ് ഡിമാൻഡ് ഷോ ദ റിലേഷൻ ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി ഇൻ ദി മാർക്കറ്റ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ മാനേജറിയൽ എക്കണോമിക്സ് അല്ലേ, മാനേജറിയൽ എക്കണോമിക്സ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ പറയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസ് പറയുമ്പോൾ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് പ്രൊഡക്റ്റ്, അല്ലെങ്കിൽ എന്ത്, കമ്മോഡിറ്റി, പിന്നെ മാർക്കറ്റ്. ഇതൊക്കെ നമ്മൾ എന്താണ്, പ്രൊഡക്റ്റ് ഓർ കമ്മോഡിറ്റി നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇവിടെ അതേപോലെ തന്നെ പറയുന്ന ഒന്നാണ്, ഇതുവരെ കണക്ട് ചെയ്തുകൊണ്ട് പറയുന്ന ഒന്നാണ് എന്ത്, പ്രൈസ് ആൻഡ് ഡിമാൻഡ്, പിന്നെ ക്വാണ്ടിറ്റി. എന്താണ് ഓരോ നമുക്ക് പ്രൊഡക്റ്റ് അല്ലെ കമ്മോഡിറ്റി. പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ എന്താണ്, ഉൽപ്പന്നമാണ് അല്ലേ. നമ്മൾ എന്താണോ നമ്മളൊരു കടയിൽ പോയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിസ്ക്കറ്റാണ് വാങ്ങാൻ പോകുന്നതെങ്കിൽ അത് തന്നെയാണ് എന്ത് പറയുന്നത്, ഉൽപ്പന്നം അല്ലെങ്കിൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ കമ്മോഡിറ്റി എന്നൊക്കെ പറയാം. ദെൻ മാർക്കറ്റ്. എന്താ മാർക്കറ്റ്? മാർക്കറ്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സൂപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ എന്താണ് ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോവുകയാണെന്ന് പറയില്ലേ, ആ ഒരു മാർക്കറ്റ് ഒരു സെപ്പറേറ്റ് ഒരു കട എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്താണ്, ആ ഒരു ഏരിയ ഓഫ് അല്ലെ, ആ ഒരു ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം. ഏരിയ എന്ന് പറയുമ്പോൾ തന്നെ സ്ഥലം, വിസ്താരം എന്നല്ല, ഒരുപാട് പ്രൊഡക്റ്റുകൾ അവിടെ എന്ത് ചെയ്യും, മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നുണ്ട് അല്ലേ. ഒരുപാട് പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു ഏരിയ അല്ലെങ്കിൽ ഒരു സ്ഥലം, അല്ലെങ്കിൽ എന്താണ് ഒരു പ്ലാറ്റ്ഫോം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് സൂചിപ്പിക്കാം മാർക്കറ്റ്. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു. ഇനി പ്രൈസിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല, വിലയാണ്. ദെൻ എന്താണ്, ക്വാണ്ടിറ്റി, എത്രയാണോ അളവ് അല്ലെങ്കിൽ തൂക്കം എന്നും പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ
ഇവിടെയൊക്കെ സൂചിപ്പിച്ചു കഴിഞ്ഞാൽ ലോ ഓഫ് ഡിമാൻഡ് എന്ന് വെച്ചാൽ ഏതൊക്കെ തമ്മിലുള്ള റിലേഷൻ ആണ് നോക്കിയേ, പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് എ കമ്മോഡിറ്റി അല്ലേ. എന്തൊക്കെയാണ്? അതായത് ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസും പിന്നെ അതിൻ്റെ ക്വാണ്ടിറ്റിയും തമ്മിലുള്ള ഒരു റിലേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയും അല്ലേ. അതിനാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താ ലോ ഓഫ് ഡിമാൻഡ് എന്താണെന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഡെഫിനിഷൻ പോലെ നമുക്ക് സൂചിപ്പിക്കാൻ നോക്കിയേ. ഇൻ ദി വേർഡ്സ് ഓഫ് മാർഷലിന്റെ വേർഡ്സിൽ പറയുകയാണെങ്കിൽ ദി എമൗണ്ട് ഡിമാൻഡ് ഇൻക്രീസ് വെൻ എ ഫാൾ ഇൻ പ്രൈസ് ആൻഡ് ഡിമിനിഷിങ് വെൻ എ റൈസ് ഇൻ പ്രൈസ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആദ്യം മാർഷലിന്റെ വാക്കുകളോട് നമുക്ക് നോക്കാം. എന്താ? ദി എമൗണ്ട് ഡിമാൻഡ് ഇൻക്രീസ് വിത്ത് എ ഫാൾ ഇൻ പ്രൈസ് ആൻഡ് ഡിമിനിഷിങ് വിത്ത് ദി റൈസ് ഇൻ പ്രൈസ്. അത് നോക്കിയേ, ദി എമൗണ്ട് ഡിമാൻഡ് ഇൻക്രീസ്, അവിടെ ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് അല്ലേ, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് അവിടെ വർദ്ധിക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവും? ഫാൾ ഇൻ പ്രൈസ്. അവിടെ എന്തുണ്ടാവും? പ്രൈസിൽ വേരിയേഷൻസ് ഉണ്ടാവും. പ്രൈസിൽ എന്തുണ്ടാവും മക്കളെ? ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും അല്ലേ. അതായത് നമ്മൾ ഒരു ഉൽപ്പന്നത്തിൻ്റെ വില കൂടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നത്തിൻ്റെ വില കുറയുന്നുണ്ടെങ്കിൽ അപ്പോൾ ആ ഉൽപ്പന്നത്തിൻ്റെ വില കൂടുതലും കുറവും ആവുന്ന സമയത്ത് എന്താണ്? അതിൻ്റെ ഡിമാൻഡുമായിട്ട് കണക്ഷൻ ആയിരിക്കില്ലേ അല്ലേ. അതായത് ഡിമാൻഡ് വർധനവ്, ഡിമാൻഡ് ഇൻക്രീസ്, അതേപോലെ ഡിമാൻഡ് ഡിക്രീസ്. ഡിമാൻഡ് ഇൻക്രീസ്, ഡിമാൻഡ് ഡിക്രീസ് എന്ന് പറയുന്ന സമയത്ത് അത് പ്രാക്ടിക്കലി ആ പ്രൈസിന് എന്ത് ചെയ്യും? പ്രൈസ് അവിടെ ഫ്ലക്ച്വേഷൻസ് ചെയ്യുന്നുണ്ട് അല്ലേ. ഈ രണ്ട് അവസ്ഥയിലും അവിടെ നിന്നുണ്ട് പ്രൈസിൽ വേരിയേഷൻസ് ഉണ്ടാവുന്നുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അക്കോർഡിംഗ് ടു സാമുവൽസൺ, ലോ ഓഫ് ഡിമാൻഡ് സ്റ്റേറ്റ് ദി പീപ്പിൾ വിൽ ബൈ മോർ അറ്റ് ലോവർ പ്രൈസ് ആൻഡ് ബൈ ലെസ് അറ്റ് ഹയർ പ്രൈസ്. എന്താണ് സാമുവൽസന്റെ അഭിപ്രായത്തിൽ ലോ ഓഫ് ഡിമാൻഡ് എന്ന് വെച്ചാൽ പീപ്പിൾ എന്താ ചെയ്യുന്നത്? പീപ്പിൾ വിൽ ബൈ മോർ അറ്റ് ലോവർ പ്രൈസ് അല്ലേ. എന്ത് ചെയ്യും? അധികമായിട്ട് ചെറിയ പ്രൈസൊക്കെ വാങ്ങും, അധികമായിട്ട് ചെറിയ പ്രൈസ് ആൻഡ് ബൈ ലെസ് അറ്റ് ഹയർ പ്രൈസ്. എന്ത് ചെയ്യും? അത് ബൈ ചെയ്യുന്നു. ബൈ ചെയ്യും എങ്ങനെയാണ്? ബൈ ചെയ്യുന്നത് ലെസ്സിനാണ് അല്ലേ. എന്താണ്? കുറച്ച് ബൈ ചെയ്യും. എത്രയ്ക്ക്? ഹയർ പ്രൈസിന്. അപ്പോൾ ഇത് രണ്ടും കൂടി പറയുമ്പോൾ ഒരു വിപരീതമായിട്ടുള്ള ഒരു ദിശയിലേക്കാണ് രണ്ടും കൂടി പോകുന്നത് അല്ലെ. ഡിമാൻഡും പ്രൈസുമായിട്ട് പോകുന്നത് അല്ലേ. കാരണം ഡിമാൻഡിൻ്റെയും പ്രൈസിൻ്റെയും ഘടകങ്ങൾ പറയുമ്പോൾ അതെന്താണ്? പ്രാവർത്തികമായി പറയുമ്പോൾ ഒരു രണ്ടും കൂടി ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. നമുക്കത് കറക്റ്റായിട്ട് നമുക്ക് നോക്കാം അടുത്തൊരു ഡെഫിനേഷനിലൂടെ. നോക്കിയേ, ഇൻ ദി അതർ വേർഡ്സ്, വൈൽ അതർ തിങ്സ് റിമൈനിങ് ദി സെയിം ഇൻ ഇൻക്രീസ്, in the price of commodity will decrease at the quantity demand of the commodity and decrease in the price will be increase the demand of the commodity. എന്താ സൂചിപ്പിച്ചിരിക്കുന്നത്? നോക്കിയേ, അതർ വേർഡ്സ് while other things remaining, അതായത് ബാക്കി എല്ലാ തിങ്സും അവിടെ എന്താണ്? കോൺസ്റ്റന്റ് ആണ്, റിമൈനിങ് ആണ്. അങ്ങനെയാണെങ്കിൽ സെയിം ഇൻ ഇൻക്രീസ് ഇൻ ദി പ്രൈസ് ഓഫ് കമ്മോഡിറ്റി, നമ്മളെ പ്രൈസ് എന്താണ്? അവിടെ ഹൈ ആവാണ്, ഇൻക്രീസ് ചെയ്യാണ്. കമ്മോഡിറ്റി വിൽ ഡിക്രീസ് ദി ക്വാണ്ടിറ്റി ഡിമാൻഡ് ഓഫ് ദി കമ്മോഡിറ്റി. അതെന്ത് ചെയ്യും മക്കളെ? അത് ഡിമാൻഡിനെ നെഗറ്റീവായിട്ടാണ് അല്ലെ, ക്വാണ്ടിറ്റി കുറയ്ക്കും. ദെൻ അതെ ആൻഡ് ഡിക്രീസ് ഇൻ ദി പ്രൈസ്, അവിടെ പ്രൈസ് അവിടെ ഡിക്രീസ് ആവുകയാണെങ്കിൽ then quantity എന്താവും? then the decrease in the price will increase the demand of the commodity. അവിടെ എന്ത് ചെയ്യുന്നു? ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ എന്താണ്? പ്രൈസ് അവിടെ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഡിക്രീസ് ചെയ്യുന്നു, പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ എന്താണ്? ഒരു ഓട്ടോമാറ്റിക്കലി അവിടെ എന്താണ്? അവിടെ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ഇൻക്രീസ് ചെയ്യും, മറ്റത് കുറയാം, മറ്റത് ഇൻക്രീസ് ചെയ്യുമ്പോൾ അടുത്തത് കുറയാം എന്നിങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ്? രണ്ടും പരസ്പര വിരുദ്ധമായുള്ള രീതിയിലാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ലോ ഓഫ് ഡിമാൻഡ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുക അല്ലേ. അപ്പോൾ ലോ ഓഫ് ഡിമാൻഡ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇവിടെ ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് പറയാനുള്ള 2-3 കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്? ഇവിടെ ഒരു ഡിമാൻഡ് കേർവ് ഉണ്ട്, നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അല്ലേ? ഡിമാൻഡ് കേർവ്. ഈ ഡിമാൻഡ് കേർവിൻ്റെ മാറ്റങ്ങൾ നമ്മൾ പഠിക്കേണ്ടതാണ്. ഡിമാൻഡ് കർവ് എങ്ങനെ അപ്വേർഡിലേക്ക് മാറുന്നു, ഡിമാൻഡ് കർവിൻ്റെ സ്ലോപ്പ് എങ്ങനെയാണ്, അതെങ്ങനെ ഡൗൺവേർഡിലേക്ക് പോകുന്നു, അപ്പോൾ ഉണ്ടാവുന്ന സ്ലോപ്പ് എങ്ങനെയാണ്. അതേപോലെ തന്നെ പ്രധാനമായിട്ട് പറയാനുള്ള പ്രൈസ് ആൻഡ് ഡിമാൻഡ്. പിന്നീട് അടുത്തൊരു ടോപ്പിക്ക് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രൈസ് ഇലാസ്റ്റിസിറ്റി. 5 ഇലാസ്റ്റിസിറ്റിക്ക് അല്ലേ, 5 ഇലാസ്റ്റിക് നമുക്ക് പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നീട് അഡ്വർടൈസ്മെന്റ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്കവിടെ പഠിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യം നമ്മൾ ഉറപ്പിക്കേണ്ടത് എന്താണ് പ്രൈസ്, അതേപോലെ എന്താണ് ക്വാണ്ടിറ്റി, എന്താണ് കമ്മോഡിറ്റി, എന്താണ് ഡിമാൻഡ്, അതുപോലെ എന്താണ് ലോ ഓഫ് ഡിമാൻഡ്.
അപ്പം മറന്നു വെറുതെ ഈ ലോ ഓഫ് ഡിമാൻഡ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രാഫ് പിന്നീട് തുടർന്ന് അങ്ങോട്ടുള്ള ഭാഗങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്ന ഒരു ചെറിയ ഭാഗം. അപ്പോൾ ഇനി നോക്കാം. സോ ദ റിലേഷൻഷിപ്പ് ഡിസ്ക്രൈബ്ഡ് ബൈ ദി ലോ ഓഫ് ഡിമാൻഡ് ഈസ് ആൻ ഇൻവേഴ്സ് ഓർ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർ ബിക്കോസ് ദി വാരിയബിൾ പ്രൈസ് ആൻഡ് ഡിമാൻഡ് അല്ലേ. അവിടെ എന്താണ് പ്രൈസും ഡിമാൻഡും തമ്മിൽ നെഗറ്റീവ് അല്ലെങ്കിൽ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. ഓക്കെ, ഇറ്റ് ഷോ ദി കോസ് ആൻഡ് ഇഫക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ്. ദി കോൺസെപ്റ്റ് ഓഫ് ലോ ഓഫ് ഡിമാൻഡ് മേ ബി എക്സ്പ്ലെയിൻഡ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് എ ഡിമാൻഡ് ഷെഡ്യൂൾ അല്ലേ. അതായത് ഡിമാൻഡ് ഷെഡ്യൂൾസ് പ്രകാരമാണ് എന്ത് ചെയ്യാൻ നമ്മൾ സാധാരണഗതിയിൽ അല്ലെങ്കിൽ ഒരു ഡിമാൻഡിന്റെ എന്താണ് ഒരു ഗ്രാഫ് മുഖാന്തരമാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സാധാരണഗതിയിൽ ലോ ഓഫ് ഡിമാൻഡിനെ പറ്റി പറയാം. ഇവിടെ ആദ്യം മനസ്സിലാക്കുന്നത് ലോ ഓഫ് ഡിമാൻഡില് പ്രൈസും ഡിമാൻഡും തമ്മിൽ എന്താണ് ഇൻവേഴ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണെന്ന് ആദ്യം മനസ്സിലാക്കി വെക്കാം. എന്താണ് നെഗറ്റീവ് റിലേഷൻഷിപ്പ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നെഗറ്റീവ് റിലേഷൻഷിപ്പ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഗ്രാഫുകളിലേക്ക് മറ്റൊക്കെ പോവാം, ഓരോരോ ഗ്രാഫുകൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പം നമ്മൾ ജൂനിയർ അക്കൗണ്ടന്റിന്റെ അടുത്ത ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം നമ്മളെന്താണ് നമ്മളെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ബികോം ആണ്. ബികോം ഉള്ള ആൾക്കാരൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ പുതിയ ബാച്ച് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താ സെപ്പറേറ്റ് ആയിട്ടുള്ള ലൈവ് സെഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ഒരുമിച്ച് പഠിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ട് പഠിക്കാം. നല്ലൊരു എക്സാമിന് അല്ലെങ്കിൽ വരാനിരിക്കുന്ന എക്സാമിന് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനും പറ്റട്ടെ. ഇപ്പം നമ്മളെ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും നമുക്കിവിടെ ബോർഡ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബോർഡ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ ബോർഡ് നമ്പർ ത്രൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ ലോന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ കൂടാതെ ഇലാസ്റ്റിസിറ്റി കൂടെ നമുക്ക് എന്ത് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.